പ്രവാസി മലയാളികൾക്ക് വേണ്ടി വിജയകരമായ നിരവധി കലാപരിപാടികൾ സംഘടിപ്പിച്ച ഫ്രീഡിയ എന്റർടൈൻമെന്റ് പുതിയ സ്റ്റേജ് ഷോകൾക്കൊപ്പം സിനിമാ രംഗത്തേക്കും നാടൻ കലകളുടെ പ്രോത്സാഹനത്തിലേക്കും പ്രവർത്തനം വ്യാപിപ്പിക്കുന്നു. ഇന്ത്യ പ്രസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂജേഴ്സിയിലെ എഡിസണിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ കലാരംഗത്തുള്ള തങ്ങളുടെ പ്രവർത്തനങ്ങൾ പണം മാത്രം ലക്ഷ്യമാക്കിയല്ലെന്ന് ഫ്രീഡിയ എന്റർടൈൻമെന്റ് ഭാരവാഹികൾ വ്യക്തമാക്കി. IPCന്റെ ന്യൂയോർക്ക് ചാപ്റ്റർ പ്രസിഡന്റ് ജോസ് കാടാപ്പുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫോമ പ്രസിഡന്റ് ബേബി ഊരാളിൽ, ട്രഷറർ ഷാജി എഡ്വേർഡ്, ഫൊക്കാന നേതാക്കളായ പോൾ കറുകപ്പിള്ളിൽ, ഫിലിപ്പോസ് ഫിലിപ്പ് തുടങ്ങി ഒട്ടേറെ പേർ പങ്കെടുത്തു. പത്രസമ്മേളനത്തിൽ പ്രസ് ക്ലബ് നാഷണൽ സെക്രട്ടറി മധു കൊട്ടാരക്കര, ജോർജ് തുമ്പയിൽ, സുനിൽ ട്രൈസ്റ്റാർ, ഫിലിപ്പ് മാരേഡ്, രാജു പള്ളത്ത്, ജെ മാത്യൂസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഹ്യൂസ്റ്റണിൽ നിന്നുള്ള ഡോക്ടർ ഫ്രീമു വർഗീസ്, ഡോക്ടർ ഷൈജു സഖറിയ, ജോണി മക്കോറ, റേച്ചൽ വർഗീസ്, ഡയസ് ദാമോദരൻ എന്നിവരാണ് ഫ്രീഡിയയുടെ ശില്പികൾ. ഫ്രീഡിയയുടെ ജോക്ക്പോട്ട് ഷോ നടത്തുന്ന കേരള അസോസിയേഷൻ ഓഫ് ന്യൂജേഴ്സിയുടെ ഭാരവാഹികളും സ്റ്റാറ്റൻ ഐലൻഡ്, ഫിലഡൽഫിയ എന്നിവിടങ്ങളിൽ ഷോ നടത്തുന്നവരും ചടങ്ങിൽ പങ്കെടുത്തു. ഫ്രീഡിയ എന്റർടൈൻമെന്റ് പ്രസിഡന്റ് ഡോക്ടർ ഫ്രീമു വർഗീസും ഡയറക്ടർമാരും തങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മലയാളം ടെലിവിഷനോട് സംസാരിച്ചു. സ്റ്റേജ് ഷോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സ്റ്റേജിൽ ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കാൻ, സ്റ്റേജിൽ ക്രിയേറ്റ് ചെയ്യുന്നതും മീഡിയയിൽ ക്രിയേറ്റ് ചെയ്യുന്നതും ഒരു ഫിലിമിൽ ആക്ട് ചെയ്യുന്നതും ഡിഫറെൻറ്റ് ഒരു കഴിവുകളാണ്. ആ സ്റ്റേജിൽ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിവുള്ള കലാകാരന്മാരെ തിരഞ്ഞെടുത്ത് അതിന് അവർക്ക് പ്രസൻറ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് രൂപാന്തരപ്പെട്ട് അത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് അത് പ്രസൻറ്റ് ചെയ്യുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ മറ്റുള്ള സ്പോൺസേഴ്സുമായിട്ടുള്ള ഞങ്ങളുടെ ഒരു പ്രത്യേകത തന്നെ ഇതാണ്. ഞങ്ങൾ വി മേക്ക് ഷുവർ ദാറ്റ് ദി പ്രോഗ്രാം ഈസ് പെർഫെക്റ്റ് ബിഫോർ ഗോയിങ് ടു ദ ഫസ്റ്റ് സ്റ്റേജ്. ആൻഡ് ദ ഐഡിയ ഈ ഒരു ഓർഗനൈസേഷൻ്റെ നമുക്കൊരു ബോളിവുഡ് സ്റ്റാൻഡേർഡിൽ മലയാളം ഷോസ് കണ്ടക്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ഞങ്ങൾക്കുള്ളത്. ബിക്കോസ് ബോളിവുഡ് ഷോസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് അവർ ഒരു സ്റ്റാൻഡേർഡ് ഹാസ് ഗോൺ അപ്പ് ക്വൈറ്റ് എ ബിറ്റ്. അത് ഒത്തിരി മേലോട്ട് പോയിട്ടുണ്ട്. ആൻഡ് മലയാളം ഷോസ് ഇപ്പോഴും നമ്മൾ സ്റ്റേജസിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റിങ്ങും അതിൻ്റെ സ്റ്റേജ് പ്രസൻറ്റേഷൻ നമ്മൾ എങ്ങും അതിൻ്റെ കോർണർ വരെ എത്തിയിട്ടില്ല. സോ ഞങ്ങളുടെ ഐഡിയ അങ്ങനത്തെ ഒരു ഐഡിയ വെച്ചാണ് ഞങ്ങൾ മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്താണ് അമേരിക്കയിലുള്ള മലയാളികൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയുള്ള ഷോകളിൽ നിന്നും? ഓഡിയൻസിൻ്റെ ഡെമോഗ്രാഫിക്സ് തന്നെ വേറെയാണ്. ഇവിടെ സ്ത്രീകളെല്ലാം ഹൗസ് വൈഫ്സ് അല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം പ്രൈമറിലി അവർക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു ഫുൾ വീക്ക് ജോലി കഴിഞ്ഞിട്ട് ഒരു ഷോന് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കണം. അമേരിക്കൻ ഓഡിയൻസിനെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും കുറച്ചൊരു തമാശ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഒരിക്കലും ഒരു സീരിയസ് ഷോ കാണുന്നൊരു ലാഘവത്തോടെ അല്ല അവർ ഷോ കാണാൻ വരുന്നത്. എപ്പോഴും അവർക്ക് പോകുമ്പോൾ അവർ മനസ്സറിഞ്ഞ് ചിരിച്ചു പോകണം. You are watching Malayalam Television.